ഇന്ന് നമുക്ക് എഗ്ഗ് ബട്ടർ മസാല എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. ഇത് ചപ്പാത്തിയുടെ കൂടി വെള്ളപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ലൊരു സൈഡ് ഡിഷാണ്. അതിനു മുമ്പേ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ഇതിന് വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ബട്ടറും ഒരു 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ഏലക്കായ, 3 ഗ്രാമ്പു, 3 പട്ട, ഒരു സ്പൂൺ പെരിഞ്ചീരകം, ഒരു സ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം. മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 2 സവാള വെട്ടി വെച്ച് ചേർത്ത് കൊടുക്കുക. കുറച്ച് ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു 4 കഷ്ണം ഇഞ്ചി, ഇത് രണ്ടും ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കുക. നന്നായി വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നമ്മൾ ഒരു തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കുക. നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ മല്ലിപ്പൊടി, ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് കൊടുക്കുക. കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതെല്ലാം നല്ല വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് തണുക്കാൻ വയ്ക്കാം. തണുത്ത് വന്നിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായി അരച്ചു കൊടുക്കുക. നല്ല നൈസായി അരച്ചു കൊടുക്കണം. വീണ്ടും പാത്രം അടുപ്പത്ത് വെച്ച് 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. ബട്ടർ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ചു വെച്ച മിക്സ് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. തേങ്ങാപ്പാൽ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു സ്പൂൺ കസൂരി മേത്തി ചേർത്ത് കൊടുക്കുക. 4 മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ 4 മുട്ടയും വേവിച്ചത് തോട് കളഞ്ഞ മുട്ടയാണ്. അത് ഇതിൽ ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഒരു 5 മിനിറ്റ് നേരം തിളപ്പിക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് കൊത്തമല്ലിയുടെ ഇലയും 4 പച്ചമുളക് കീറിയതും ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഒരു അടിപൊളി എഗ്ഗ് ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട്.